ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ കൂലി വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ ആയിരുന്നല്ലോ കൂലി സിനിമയുടെ കേരള, കർണാടക, ഒപ്പം തന്നെ തമിഴ്നാട് ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിക്കപ്പെട്ടത്. ഇന്നിപ്പോഴത്തെ നോർത്ത് ഇന്ത്യയിലെ ബുക്കിംഗ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഈ കാണുന്ന പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ട് ഇന്ന് രാത്രി 9 മണിക്ക് സിനിമയുടെ നോർത്തിലെ ബുക്കിംഗ് ആരംഭിക്കുമെന്ന് കൺഫേം ആക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു വൻ ബുക്കിംഗ് തരംഗമാണ് നാം ബുക്ക് മൈ ഷോയിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി കൂലിയുടെ കേരള പ്രീസെയിലേക്കും ഒപ്പം തന്നെ കൂലിക്ക് കേരളത്തിലും അതോടൊപ്പം തന്നെ ബുക്ക് മൈ ഷോയിലും നേടിയെടുക്കാനാവാതെ പോയ നേട്ടങ്ങളെക്കുറിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കേരള പ്രീസെയിൽ അവസാനമായിട്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുന്നെയാണ് അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുന്നത്. അത് പ്രകാരം 4,60,00,000 രൂപയാണ് സിനിമയുടെ കേരള പ്രീസെയിൽ ഗ്രോസ്. ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ കേരള പ്രീസെയിൽ ഇന്ന് രാത്രി തന്നെ 5 കോടി കിടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി സിനിമയ്ക്ക് നേടിയെടുക്കാനാവാതെ പോയ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയുടെ ബുക്ക് മൈ ഷോ കണക്കുകൾ പ്രകാരമുള്ള ആദ്യ ദിവസത്തെ ഏറ്റവും ഉയർന്ന ടിക്കറ്റ് വിൽപ്പന നടന്നിരിക്കുന്നത് ലാലേട്ടൻ്റെ എമ്പുരാൻ്റെ പേരിലാണല്ലോ. 6,40,000-ലധികം ടിക്കറ്റുകളാണ് ബുക്കിംഗ് ആരംഭിച്ച ആദ്യ ദിവസം ഇന്ത്യയിൽ എമ്പുരാൻ നേടിയെടുത്തത്. എമ്പുരാൻ്റെ ബുക്ക് മൈ ഷോ ടിക്കറ്റ് റെക്കോർഡ് കൂലി മറികടക്കുമെന്നൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കൂലിക്ക് മറികടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആദ്യ 24 മണിക്കൂറിലെ ബുക്ക് മൈ ഷോയിലൂടെ 3,77,000-ൽ പരം ടിക്കറ്റുകൾ മാത്രമേ കൂലിക്ക് മറികടക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എമ്പുരാന് താഴെ 2ാം സ്ഥാനത്താണ് ടിക്കറ്റ് വിൽപ്പനയിലെ കൂലിയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ബുക്ക് മൈ ഷോ റെക്കോർഡ്. അപ്പോൾ നിലവിൽ എമ്പുരാൻ ടിക്കറ്റ് വിൽപ്പനയിൽ 1ാം സ്ഥാനത്താണെങ്കിൽ 2ാം സ്ഥാനത്ത് കൂലിയാണ്, 3ാം സ്ഥാനത്ത് കൽക്കിയാണ്. 3,42,000 ടിക്കറ്റുകളാണ് സിനിമയുടെ പേരിൽ വിറ്റഴിച്ചത്. 4ാം സ്ഥാനത്തുള്ള ജവാന്റെ പേരിൽ 2,54,000 ടിക്കറ്റുകളും, പുഷ്പ 2 എന്ന 5ാം സ്ഥാനത്തുള്ള സിനിമയുടെ പേരിൽ 2,18,000 ടിക്കറ്റുകളുമാണ് ആദ്യ 24 മണിക്കൂറിലെ ബുക്ക് മൈ ഷോ വഴി ഇന്ത്യയിൽ മാത്രം വിറ്റഴിച്ചത്. ഈ വർഷം മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസമെല്ലാം തന്നെ ഉണ്ടായിരുന്ന ഡിമാൻഡ് ഏത് ലെവലാണ് എന്ന് വ്യക്തമാക്കുന്ന ലെവൽ ബുക്ക് മൈ ഷോ തരംഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ഇനി ഇതേപോലെ മറ്റൊരു റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ കൂലി എന്ന സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 4,11,00,000 പ്രീസെയിലായിരുന്നു ഇന്നലെ അർദ്ധരാത്രി 12 മണിവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നേടിയെടുത്തത്. അതേസമയം ആദ്യ ദിവസം ലിയോയും എമ്പുരാനും കേരളത്തിൽ നേടിയെടുത്ത പ്രീസെയിലിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കൂലിയുടെ ഇരട്ടിക്കടുത്ത് പ്രീസെയിലാണ് എമ്പുരാൻ എന്ന സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത്. 70% ഒക്യുപ്പൻസിയിൽ 8,14,00,000 രൂപയായിരുന്നു എമ്പുരാന്റെ ആദ്യ ദിവസത്തെ മാത്രം കേരള പ്രീസെയിൽ ഗ്രോസ്. 2ാം സ്ഥാനത്തുള്ള വിജയ് ചിത്രം ലിയോ ബുക്കിംഗ് ആരംഭിച്ച ആദ്യ ദിവസം തന്നെ 56% ഒക്യുപ്പൻസിയിൽ 5,86,00,000 രൂപയാണ് കേരളത്തിൽ ആദ്യ ദിവസം പ്രീസെയിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. ഇപ്പോഴത്തെ 3ാം സ്ഥാനത്ത് കൂലിക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 48% ഒക്യുപ്പൻസിയിലാണ് 4,11,00,000 കേരള പ്രീസെയിലേക്ക് സിനിമയ്ക്ക് ആദ്യ ദിവസം എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കൂ തുടർന്നുള്ള ദിവസങ്ങളിലെ കൂലിയുടെ കേരള പ്രീസെയിൽ അറിയുവാനായിട്ട്.